മത്സരിച്ചുള്ള പരിപാടിയാണ്. എന്താ കാര്യം എന്നുള്ള പിടി കിട്ടിയ ഇതേ സംഭവം കൂവ അരച്ചെടുക്കുന്നു. പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ കൂവ അരച്ചത്. ഇപ്പോൾ പലയിടത്തും അരച്ചൊക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമുക്കിവിടെ അടുത്തെങ്ങും ഇല്ല. അതുകൊണ്ട് നമ്മളെല്ലാ പ്രാവശ്യം തന്നെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു തകിട് മേടിക്കും. എന്നിട്ട് നമ്മുടെ സാധാ പാട്ട പോലെ കേട്ടോ, സാധാ പാട്ട ഇത് കനം കുറവാണ്. അതിൻ്റെ അരം പെട്ടെന്ന് പോകും. പിന്നെ പാട്ട കുഴിഞ്ഞു പോകും. ഇത് ഇച്ചിരി കട്ടിയുള്ളതാണ്. നമ്മൾ കടയിൽ നിന്ന് അതിന് വേണ്ടി മാത്രം നോക്കിയെടുത്ത് മേടിച്ചിട്ട് ആണിക്ക് തുളച്ച് സെറ്റപ്പാക്കി എടുത്തേക്കുന്നതാണ്. ഒരു സെക്കൻഡ് കണ്ടോ, ഒരു ചെരുവത്തിൻ്റെ മേളിൽ വെച്ചിട്ട് ഇങ്ങനെ അരച്ച് ചാടിക്കും. അരിപ്പയുടെ അടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ഇനി ഇത് വെള്ളമൊഴിച്ച് നല്ലപോലെ ഇളക്കി ഇതിൻ്റെ ചണ്ടി എടുത്ത് അത് ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ആക്കി തോർത്തിനകത്ത് നല്ലപോലെ പിഴിഞ്ഞ് ഒക്കെ എടുക്കണം. എടുത്തിട്ട് അതിൻ്റെ ഊറിൽ നമ്മൾ നല്ല പാത്രത്തിലെടുത്ത് വെച്ചിട്ട് ഒരു 7 ദിവസത്തോളം അതിൻ്റെ കട്ട് ഊറ്റി, ശരിക്കും ഒരു 7 ദിവസമായിട്ടും അതിൻ്റെ കളറ് കുറച്ചുകൂടെ മാറാനുണ്ടെങ്കിൽ പിന്നെയും 9 ദിവസമോ ഒക്കെ ആക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കൂവപ്പൊടി എടുക്കുന്നത്. ഇത് കഴുകിക്കൊണ്ടുവന്ന് ഇതിനകത്തിടും. നല്ലപോലെ ഇത് ഇതിനകത്താണ് കഴുകുന്നത്. വെള്ളം മാറ്റാറായി. ഇതേ പറിച്ചൊരുക്കിയിട്ടേക്കുന്നു. പ്രാവശ്യത്തെ ഏകദേശം ഒരു 150 കിലോ കൂവ കാണും അരച്ചെടുക്കാനായിട്ട്.